Sitaram ko lal salam. Lal salam, lal salam. Comrade Sitaram ko lal salam. Lal salam, lal salam. So we salute, red salute, red salute to comrade. We salute, red salute, red salute to comrade. So we salute, red salute, red salute to comrade. We salute, red salute, red salute to comrade. So comrade Sitaram amar rahe. Amar rahe, amar rahe. So comrade Sitaram amar rahe. Amar rahe, amar rahe. So comrade Sitaram ko lal salam. Lal salam, lal salam. So comrade Sitaram ko lal salam. Lal salam, lal salam. So we salute, red salute, red salute to comrade. We salute, red salute, red salute to comrade. സിജു, ഞാൻ മുമ്പ് പറഞ്ഞത് എത്രമാത്രം സട്ടിലാണ് അല്ലെങ്കിൽ എത്രമാത്രം അത് ബോധ്യപ്പെടുന്ന കാര്യമാണ് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ തന്നെ, അതായത് രാജ്യത്തെ ചെറുപ്പക്കാരുടെ പുതിയ സംഘം അല്ലെങ്കിൽ പുതുതലമുറ പുതു രാഷ്ട്രീയം എത്രമാത്രം ശ്രദ്ധിക്കാൻ താല്പര്യപ്പെടുന്നു, എങ്ങനെ അവർ രാഷ്ട്രീയത്തെ വിലയിരുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ആ നിലയിൽ അവരെല്ലാവരും ചെറുപ്പക്കാർ വളരെ വലിയ തോതിൽ സംഘമായി ഇവിടെ വരുന്നു. ഇന്നലെ മുതൽ കാണുന്ന കാഴ്ച അതാണ്. വളരെ ശക്തമായി ഈ സമയങ്ങളിലൊക്കെയും അവർ ഈ കേന്ദ്രങ്ങളിലെല്ലാം ചെലവഴിക്കുന്നു. ഇതാണ് ഇവിടെ ദില്ലി കാണുന്ന സീതാറാം യെച്ചൂരിയുടെ അന്ത്യയാത്രയുടെ രാഷ്ട്രീയ കാഴ്ചകൾ. ആവേശം അത്രമേലുണ്ട്. ചെറുപ്പക്കാരുടെ വലിയ സംഘം ആവേശകരമായി തന്നെ സീതാറാമിനെ യാത്രയാക്കാനുള്ള ഈ യാത്രയ്ക്കൊപ്പം ചേരുകയാണ്. ആംബുലൻസ് അങ്ങ് പുറകിലാണ്. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇവരുടെ സംഘം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ ആംബുലൻസിന് മുന്നേ പോവുകയാണ്. നേതാക്കൾ ആംബുലൻസിനെ ഈ വിലാപയാത്രയെ നയിച്ചുകൊണ്ടും ആംബുലൻസിന് പിന്നാലെയും സഞ്ചരിച്ചു വരികയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഈ കാഴ്ചകളാണ് നമ്മുടെ മുമ്പിലുള്ള. സീതാറാം യെച്ചൂരി എന്ന ഒരു വലിയ നേതാവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ദിശാബോധത്തെ ദിശയെ നിർണ്ണയിക്കാൻ തെറ്റുന്ന ദിശകളെ ചൂണ്ടിക്കാട്ടി നിങ്ങൾക്ക് തെറ്റുന്നു, ഭരണകൂടങ്ങൾ ജനാധിപത്യ വിരുദ്ധമാകുന്നു, മതനിരപേക്ഷ സങ്കല്പങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നത് ഉറക്കത്തിൽ വിളിച്ചു പറഞ്ഞ നേതാവിൻ്റെ പേരാണ് സീതാറാം യെച്ചൂരി. ആ ബോധ്യം, ആ ഒരു പാർട്ടി CPIM-ൻ്റെ ബോധ്യം, ഇടതുപക്ഷ പാർട്ടികളുടെ ബോധ്യത്തെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ ബോധ്യമാക്കി മാറ്റാനും അതിലൂടെ ഒരു മുന്നണി രൂപീകരിക്കാനും ആ മുന്നണി സംവിധാനത്തിന് ഒരു ജനാധിപത്യ സംസ്കാരം രൂപപ്പെടുത്താൻ വലിയ ദേശീയ പാർട്ടികളെ അതിന് വഴങ്ങാൻ വിധേയമാക്കുകയും ശീലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രക്രിയയുടെ പേരാണ് സീതാറാം യെച്ചൂരി എന്നുള്ളത്. അങ്ങനെയാണ് സീതാറാം യെച്ചൂരി ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഓരോ തലങ്ങളിലും ഓരോ കാലത്തും ഇടപെട്ടിട്ടുള്ളത് എന്നുകൂടി പറയാതെ വയ്യ.